ഗോഡ്സയെ പ്രകീർത്തിച്ച ഷൈജ ആണ്ടവനെ NITയിൽ ഡീനാക്കിയത്രേ. ഇനി എല്ലാവരും കൂടി അതിനെതിരെ സംസാരിച്ചാൽ ഷൈജ ആണ്ടവനെ രാജ്യസഭയിലാക്കും. പിന്നീട് വേണമെങ്കിൽ രാജ്യസഭയുടെ ഉപാധ്യക്ഷനാക്കും, ജഗദീപ് ധൻഖറിനെ പോലെ. എന്നിട്ട് മമ്മൂക്കയെ പോലുള്ളവർ വളരെ ഭക്ത്യാദരവോടുകൂടി ഷൈജ ആണ്ടവനെ കാണാൻ ചെല്ലും. ചിലപ്പോൾ അടുത്ത രാഷ്ട്രപതിയായും ഷൈജ ആണ്ടവൻ മാറിയേക്കാം. ആ ഭയത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒപ്പം എനിക്കൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഷൈജ ആണ്ടവനെ NIT ഈ ഡീനാക്കിയ സ്ഥിതിക്ക് ഞങ്ങളുടെ PCയെ അവിടുത്തെ രജിസ്ട്രാർ ആക്കണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ മനസ്സിലെ ഏറ്റവും മൃഗീയമായ, വളരെ ദുഷ്ടമായ, ക്രൂരമായ ഒരു വാക്കാണ് ഗോഡ്സെ എന്ന് പറയുന്നത്. നമ്മൾ കേട്ടുമടിച്ചത് മുഴുവൻ ഗാന്ധിജി എന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ ഈ കൊന്ന ഏറ്റവും നീചനായ, ഒരുപക്ഷെ നമ്മുടെ ഒരു പുതിയ ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരവാദി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ കേട്ടതും പഠിച്ചതുമൊക്കെ. പക്ഷേ പിന്നെ 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 ഈ ഗാന്ധിജിയുടെ മേൽ ഗോഡ്സെയെ പല രൂപത്തിൽ പല ഭാവത്തിലൊക്കെ കൊണ്ടുവന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ ഇങ്ങനെ രൂപപ്പെട്ടു വരികയാണ്. അങ്ങനെ രൂപപ്പെട്ടു വരുമ്പോൾ ചില കാര്യങ്ങളൊന്നും പരസ്യമായി പറയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. രഹസ്യമായി പറയുന്നതിൽ സന്തോഷിക്കുന്നവരും കൈയടിക്കുന്നവരുമായ ധാരാളം പേരുണ്ട്. അത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഷൈജ ആണ്ടവൻ എന്ന് പറയുന്ന നമ്മുടെ കോഴിക്കോട് NITയിലെ പിന്നെ പ്രൊഫസർ നടത്തിയത്. അതായത് ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്നത് നന്നായി. അങ്ങനെയൊക്കെ പണ്ടത്തെ ഇന്ത്യയെ പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ രൂക്ഷമായിരിക്കും. ഒരു രാഷ്ട്രത്തിൻ്റെ പിതാവിനെതിരെ അങ്ങനെ സംസാരിച്ചാൽ വേറെ ഏതെങ്കിലും രാജ്യമാണെങ്കിൽ പിന്നെ ആൾ പുറത്ത് കാണൂല, ഏറ്റവും കടുത്ത ശിക്ഷ നൽകും. നമ്മളൊക്കെ ഈ അറബ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഇഷ്ടമല്ലാത്തവരും ഇഷ്ടമുള്ളവരും നാട്ടിലെ തീവ്ര സംഘികളുടെ സ്ഥാപനത്തിൽ ചെന്നാൽ പോലും അവിടെ UAEയുടെ പ്രസിഡൻറ്റിൻ്റെയും ഏത് എമിറേറ്റിലാണോ ഉള്ളത് ആ എമിറേറ്റിലെ ആളുടെയും പടം അവിടെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ രഹസ്യമായി അത് നോക്കി യവൻ നശിക്കണേ എന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്, എങ്കിൽ പോലും അവിടെ വെച്ചേ മതിയാവും. അത് അവിടുത്തെ റൂൾ ഓഫ് ലാ ആണ്. നമ്മൾ അങ്ങനെയാണ് മഹാത്മാഗാന്ധിയെ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞതിന് പാരിതോഷികം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ സീനിയോറിറ്റി അനുസരിച്ച് അവരെ ഡീനാക്കി. യഥാർത്ഥത്തിൽ സീനിയോറിറ്റി ഘടകത്തിനേക്കാൾ ഏറ്റവും വലിയ ഡിസ്ഗ്രേസും ഡിസ്ക്വാളിഫിക്കേഷനുമാണ് രാഷ്ട്രത്തിൻ്റെ പിതാവിനെ അങ്ങനെ പറഞ്ഞത്. പക്ഷേ അതൊരു ഡിസ്ഗ്രേസ് അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി എല്ലാവരും കൂടി വിമർശിച്ച് മുന്നോട്ട് പോയാൽ, പണ്ട് ആകാശവാണിയിലെ ഒരു അക്കെ ഏതാണ്ട് പന്ന ചീത്തകൾ ഏതാണ്ടൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ ഓർക്കുന്നത് എന്തോ പൈപ്പ് വെള്ളത്തിലൂടെ പിന്നെ അത് കലക്കി വിടണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു കുഴപ്പവും പറ്റിയില്ല. സന്തോഷമായോടുണ്ടെന്ന് തോന്നുന്നു. കേസെടുത്തോന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ഇപ്പോൾ അവരങ്ങനെ പറഞ്ഞതൊരു കേസായി സ്വീകരിച്ചു. അവരതാണ്ട് ഡീനാക്കി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞാൽ രാജ്യത്തെ തന്നെ VIP ആയിട്ട് ഷൈജ ആണ്ടവൻ മാറും. ഈ പുറത്തുള്ളവരൊക്കെ നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ വിവാദം വന്ന ആ സ്ത്രീക്ക് ഭയങ്കര സമ്മർദ്ദമൊക്കെ ആയി കേസാവുമെന്ന് ഭയമൊന്നുമില്ല. അവർ സന്തോഷം കൊണ്ട് വീട്ടിൽ തുള്ളിച്ചാടുമായിരിക്കും. ഏതായാലും ഈ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായി ഞങ്ങളുടെ PCയെയും കൂടെ നിയമിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനെന്തെങ്കിലും പ്രായത്തിൽ ഇളവ് കൊടുക്കണമെങ്കിൽ കൊടുത്ത്. കാരണം ഈ പുള്ളി ദേശീയ തലത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ PC പഠിപ്പിക്കും. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് മുന്നേറട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഇത്രയേ ഉള്ളൂ.